പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധത്തിന്റെ കനലുകൾ ആളിക്കത്തുകയാണ്. ഒരുപക്ഷെ ആഗോള സമ്പദ് വ്യവസ്ഥയെ തന്നെ ഉലയ്ക്കാൻ പോകുന്ന വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് എന്നത് വ്യക്തമാണ്. പറഞ്ഞുവരുന്നത് പരമാധികാര രാജ്യമായ ഇറാന്റെ മണ്ണിൽ US നടത്തുന്ന ഏകപക്ഷീയമായ കടന്നുകയറ്റങ്ങൾക്ക് ഒടുവിൽ ഇറാൻ ശക്തമായ പ്രത്യാക്രമണം ആരംഭിച്ചിരിക്കുന്നുവെന്നതിനെക്കുറിച്ചും നമ്മൾ ഓരോ മനുഷ്യരെയും അത് എങ്ങനെ ബാധിക്കുന്നുവെന്നതിനെക്കുറിച്ചുമാണ്. കുവൈത്ത്, ബഹ്റൈൻ, ജോർദാൻ, ഒമാൻ, ഖത്തർ എന്നീ രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെയാണ് ഇറാൻ ഇപ്പോൾ പ്രത്യാക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തങ്ങളുടെ സൈനിക കേന്ദ്രങ്ങൾക്കും സാധാരണക്കാർക്കും നേരെ US നടത്തുന്ന ആക്രമണങ്ങൾ ഐക്യരാഷ്ട്രസഭയുടെ ചാർട്ടറിന്റെ നഗ്നമായ ലംഘനമാണെന്നും ഇറാൻ പറഞ്ഞു വെക്കുന്നുണ്ട്. രാജ്യത്തിന്റെ അഖണ്ഡത കാത്തുസൂക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന പ്രഖ്യാപനത്തോടെയാണ് ഇറാൻ സൈന്യം രംഗത്തിറങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ഇറാന്റെ നഗരങ്ങളിൽ അമേരിക്ക കടുത്ത ബോംബാക്രമണങ്ങളാണ് നടത്തുന്നത്. ഗഷം ദ്വീപിൽ മാത്രം 11 മിസൈലുകളാണ് പതിച്ചത്. ഖുസെസ്താൻ പ്രവിശ്യയിലെ ഒരു കാർഷിക പമ്പിംഗ് സ്റ്റേഷനിലുണ്ടായ US ആക്രമണത്തിൽ ഒരു സാധാരണക്കാരൻ കൊല്ലപ്പെടുകയും ചെയ്തു. ഇതിനെല്ലാം ഒടുവിലാണ് കുവൈത്തിലെ അലി സലേം, അഹമ്മദ് അൽ ജാബർ അടക്കമുള്ള അമേരിക്കൻ വ്യോമതാവളങ്ങളെ ലക്ഷ്യമാക്കി ഇറാൻ മിസൈലുകൾ തൊടുത്തത്. ഇനി കലിയടങ്ങാതെ തുടരുന്ന യുദ്ധം ലോകത്തെ എങ്ങനെ ബാധിക്കുന്നു എന്ന് നോക്കാം. ഇതിന്റെ ഏറ്റവും വലിയ ആഘാതം പ്രതിഫലിക്കുന്നത് ആഗോള എണ്ണ വിപണിയിലാണ്. അതായത് ഏതൊരു സാധാരണക്കാരനെയും യുദ്ധം ബാധിക്കുമെന്ന് സാരം. അതെങ്ങനെയെന്നല്ലേ? അതായത് ലോകത്തെ എണ്ണ വ്യാപാരത്തിന്റെ 20% കടന്നു പോകുന്ന ഹോർമുസ് കടലിടുക്ക് ഇറാൻ പൂർണ്ണമായും അടച്ചിട്ടിരിക്കുകയാണ്. US തങ്ങളുടെ ആക്രമണം അവസാനിപ്പിക്കാതെ ഹോർമുസ് തുറക്കില്ലെന്ന നിലപാടിലാണ് ഇറാൻ. ഇതോടെ രാജ്യാന്തര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുകയാണ്. ഒരൊറ്റ ദിവസം കൊണ്ട് 4% വർധനവാണ് രേഖപ്പെടുത്തിയത്. ബ്രന്റ് ക്രൂഡ് ഓയിൽ വില പെട്ടെന്ന് തന്നെ $79.26 കുതിച്ചെത്തി. ഇത് വരും ദിവസങ്ങളിൽ ഇനിയും ഉയർന്നേക്കുമെന്ന് ഉറപ്പാണ്. ഇനി ഇന്നത്തെ അവസ്ഥയുടെ പ്രധാന കാരണം എന്തെന്ന് നോക്കാം. നേരത്തെ ഫെബ്രുവരിയിൽ ഉണ്ടായ സംഘർഷങ്ങൾക്ക് ശേഷം സ്വിറ്റ്സർലൻഡിൽ വെച്ച് ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ച സമാധാന ധാരണാപത്രം അമേരിക്ക പൂർണ്ണമായും ലംഘിച്ചതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിയുടെ പ്രധാന കാരണം. അതിനിടെ അമേരിക്കയും സഖ്യകക്ഷികളും ഒമാന് മേൽ ചെലുത്തുന്ന പരോക്ഷ സമ്മർദ്ദങ്ങളാണ് പ്രതിസന്ധി സമാധാനപരമായി പരിഹരിക്കുന്നതിന് തടസ്സമെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു വെക്കുന്നുണ്ട്. സ്വന്തം രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കാനുള്ള ഇറാന്റെ പോരാട്ടവും ഒപ്പം ഹോർമുസ് കടലിടുക്കിലെ ഉപരോധവും ആഗോള സാമ്പത്തിക രംഗത്തെ കടുത്ത പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുമോ എന്ന് വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടതുണ്ട്. ഇനി മറ്റൊരു വസ്തുത കൂടി. ലോകത്തിന്റെ മറ്റേതോ അറ്റത്ത് നടക്കുന്ന യുദ്ധത്തെക്കുറിച്ച് എന്തിനാണ് നാം ഇത്ര വ്യാകുലപ്പെടുന്നത് എന്ന് നിരന്തരം ചോദിക്കുന്നവരോടാണ്. ലോകം മുഴുവനും ബാധിക്കുന്ന കാര്യമാണ് ഇത് എന്ന് ഇനി പറയേണ്ടതില്ലല്ലോ.